ഒരു മുതിർന്ന മനുഷ്യൻ്റെ ബോഡി കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 60% വാട്ടറാണ്, വെള്ളം. കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് 75% ആണ്. പക്ഷേ ചോദ്യം അതല്ല, നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, കൂടുതൽ വെള്ളം കുടിച്ചാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫ്രീ. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് വെള്ളം എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാം. നമ്മളുടെ ബോഡിയിലേക്ക് വെള്ളം കയറുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കുടിക്കുന്ന ബെവറേജസ്, അത് ചായ ആവാം, കോഫി ആവാം, ജ്യൂസസ് ആവാം. നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ മെറ്റബോളിക് റിയാക്ഷൻസിലും വെള്ളം ആവശ്യമുണ്ട്, വെള്ളം ഉൽപ്പാദിക്കുന്നുമുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ കിഡ്നി വഴിയാണ് നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റ് യൂറിൻ വഴി പുറത്തേക്ക് ഫിൽട്ടർ ചെയ്ത് കളയുന്നത്. പിന്നെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നത് മലത്തിലൂടെയാണ്, സ്റ്റൂളിലൂടെ. ഡയറിയുള്ള സമയത്ത് സ്റ്റൂളിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. നേരെ മറിച്ച് കോൺസ്റ്റിപ്പേഷനുള്ള സമയത്ത് സ്റ്റൂളിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. വെള്ളം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മറ്റു റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വെറ്റിംഗ്, അതായത് വിയർപ്പായിട്ട് പോവാം. റെസ്പിറേഷൻ, നമ്മൾ ഓരോ ശ്വാസം വിടുന്നതിനനുസരിച്ചും ശരീരത്തിലുള്ള വെള്ളം ചെറിയ അളവിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ കുറിച്ച് പറയാം. നമ്മളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ്, സൊല്യൂട്ട്സ് എന്ന് പറയും, അതെല്ലാം പുറത്തേക്ക് പോകുന്നത് മെയിനായിട്ടും യൂറിൻ വഴിയാണ്. ഒരു ആവറേജ് അഡൾട്ട് മനുഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 500 ml ആണ് പറയുന്നത്, അതായത് 1/2 ലിറ്റർ. അതായത് മിനിമം അത്രയും എമൗണ്ടിൽ യൂറിൻ പോയാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമില്ലാത്ത സൊല്യൂട്ട്സ് എല്ലാം യൂറിൻ വഴി പുറത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് മുകളിലേക്ക് എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് സൊല്യൂട്ട് ഇല്ലാത്ത വെറും വെള്ളമായിട്ട് യൂറിനിലൂടെ പോകും. നമ്മളുടെ ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനൊക്കെ ഒരു ഡെയിലി മിനിമം റിക്വയർമെൻറ്റ് പറയുന്ന പോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും പലതരത്തിലുള്ള അതോറിറ്റീസും ഹെൽത്ത് അസോസിയേഷൻസും വെള്ളത്തിൻ്റെ ഒരു അളവ് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറയുന്നത് പുരുഷന്മാർ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2.5 ലിറ്റർ മുതൽ 3.7 ലിറ്റർ വരെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 2.7 ലിറ്റർ ഒരു ദിവസം എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ റേഞ്ചാണ്. മറ്റ് പലതരത്തിലുള്ള അസോസിയേഷൻസ് എല്ലാം വേറെ വാല്യൂസ് ആയിരിക്കും പറയുന്നത്. ഉദാഹരണത്തിന് പുരുഷന്മാർ ഒരു ദിവസം 3000 മില്ലി, അതായത് 3 ലിറ്റർ, സ്ത്രീകൾ 2.2 ലിറ്റർ. ഇതിന് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല, അത് വേരിയബിളാണ്, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന റെക്കമെൻഡഡ് വാല്യൂസ് എല്ലാം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിലും വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ അളവിൽ ഇവരെല്ലാവരും വെള്ളം കുടിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വെള്ളം കുടിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. അതിലാദ്യം പറയാനുള്ളത് റീനൽ സ്റ്റോൺ ഫോർമേഷനെ കുറിച്ചാണ്. അതായത് കിഡ്നിയിൽ ഉണ്ടാകുന്ന സ്റ്റോൺ ഫോർമേഷൻ അത് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺ ഫോർമേഷൻ ഉള്ള ആൾക്കാർ കൂടുതൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അവർക്ക് സ്റ്റോൺ ഉണ്ടാവുന്നത് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇത് പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് നടത്തിയിട്ടും സ്ത്രീകളിലും പുരുഷന്മാരിലും ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതിൻ്റെ റിസ്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും സാധിക്കും. പോരാത്തതിന് സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈഡ്രേഷൻ അത് നല്ല രീതിയിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കാനും സാധിക്കും. മൂന്നാമത്തത് കുറച്ചും കൂടി കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് ന്യൂറോളജിക്കൽ ആസ്പെക്റ്റിലാണ്. അതായത് നമ്മളുടെ കോഗ്നിഷൻ, മൂഡ്, ഫെറ്റീഗ്, അലേർട്ട്നെസ് ഇതെല്ലാം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് കുറയുന്ന പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ചിന്താശക്തി, മൂഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നതിന് അളവിനനുസരിച്ചുള്ള ഈ സ്റ്റഡി കൂടുതലും പുരുഷന്മാരിലാണ് നടത്തിയിട്ടുള്ളത്. സ്ത്രീകളിലുള്ള ഡാറ്റ കുറവാണ്. പക്ഷേ കുട്ടികളിലും കോഗ്നീഷൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കൂട്ടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അടുത്ത് പറയാനുള്ളത് വെയിറ്റ് മാനേജ്മെൻറ്റിനുള്ള ബെനിഫിറ്റാണ്. വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ ഒബീസ് ആയിട്ടുള്ള, അതായത് പൊണ്ണത്തടി ഉള്ള ആൾക്കാർക്ക് അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ, അവർ ചിലവാക്കുന്ന എനർജീൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് അതിനനുസരിച്ച് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. പ്രമേഹമില്ലാത്തവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്തവർക്കൊക്കെ ബ്ലഡ് ഷുഗർ ലെവലും നോർമൽ, ഇൻസുലിൻ ലെവലും നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് തന്നെ ഫാറ്റിൻ്റെ ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ചും അവർ
കലോറി അടങ്ങിയിട്ടുള്ള വാട്ടർ ഡ്രിങ്ക്സ്, അതായത് സ്പോർട്സ് ഡ്രിങ്ക് അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള വെള്ളം, ഇതിന് പകരം വെറും വെള്ളം കുടിക്കുകയാണെങ്കിൽ. ഇനി മറ്റു പലതരത്തിലുള്ള സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വന്നതിന് ശേഷം കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മാറുന്ന സ്റ്റഡീസിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് ഹൈഡ്രേഷൻ എന്നുള്ളത്. എന്താണ് ഹൈഡ്രേഷൻ എന്ന് പറയാം? നമ്മളുടെ ശരീരത്തിലേക്ക് വെള്ളം കയറുന്നുണ്ട്, അതേപോലെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് കൃത്യമായി നിലനിർത്തുന്നതിനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരോ കോശങ്ങൾക്കും ഓരോരോ ഓർഗൻസിനും ഓർഗൻ സിസ്റ്റത്തിനും കൃത്യമായിട്ടുള്ള ലെവലിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ്സും കിട്ടും. ഈ ഒരു ബാലൻസ് മാറുന്നതിനനുസരിച്ച് പല ടേംസും പറയുന്നുണ്ട്. ഹൈപ്പോ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവ്, ഹൈപ്പർ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ കുറഞ്ഞു പോവുക. നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും വെള്ളത്തിൻ്റെ അംശം കൃത്യമായി കിട്ടണം. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളുടെ അകത്തേക്കും പുറത്തേക്കും വെള്ളം കയറാനും ഇറങ്ങിപ്പോവാനും പലതരത്തിലുള്ള ചാനൽസ് ഉണ്ട്. ഈ ചാനൽസിനുള്ള കൂടെ വെള്ളത്തിന് ഒറ്റക്കും പോവാം, പക്ഷേ അവർക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ സഹായം കൂടി വേണം. ഇനി ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ്ഡ് ആയിട്ടുള്ള മിനറൽസ് ആണ്. ഇതിൻ്റെ ഉദാഹരണമാണ് സോഡിയം, പൊട്ടാഷ്യം, ക്ലോറിൻ, H+ അയോൺസ്, ബൈകാർബണേറ്റ്. നിങ്ങളൊരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ സിറം സോഡിയം, സിറം പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് ആണ്. സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഹൈപ്പോനെട്രീമിയ എന്ന് പറയും, കൂടിപ്പോയാൽ ഹൈപ്പർനെട്രീമിയ എന്ന് പറയും. പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഹൈപ്പോകലീമിയ എന്ന് പറയും. ഇലക്ട്രോലൈറ്റ്സിൻ്റെയും വെള്ളത്തിൻ്റെയും ബാലൻസ് കൃത്യമായി നടക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്രോപ്പർ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ഹൈഡ്രേഷൻ ഉള്ള ഒരാൾക്ക് സെല്ലിൻ്റെ അകത്തും സെല്ലിൻ്റെ പുറത്തും ബാലൻസ് കൃത്യമായിരിക്കും, അത് വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും. പക്ഷേ ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത് ഈ പറയുന്ന ബാലൻസ് ഉണ്ടാവില്ല, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോയാൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. വെള്ളത്തിൻ്റെ അംശം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കൂടുതലാണെങ്കിലും ഇലക്ട്രോലൈറ്റ്സ് ഡൈല്യൂട്ടഡ് ആയി പോവാം, ആ സമയത്തും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. ഇനി ഡീഹൈഡ്രേഷൻ എന്താണെന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡയറിയ വരുന്ന സമയത്ത്, കൂടുതലായിട്ട് വൊമിറ്റിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഡീഹൈഡ്രേഷന് പലതരത്തിലുള്ള സൈൻസ് ഉണ്ട്. ഡ്രൈ സ്കിൻ ഉണ്ടാവാം, കണ്ണുനീര് വരാതിരിക്കാം, വരണ്ടതുപോലെ ഉണ്ടാവാം, ടങ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡ്രൈനെസ് ഉണ്ടാവാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സിവിയർ ഡീഹൈഡ്രേഷനിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും. അതായത് നിങ്ങൾ സ്കിന്നൊന്ന് പിഞ്ച് ചെയ്തിട്ട് തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോവില്ല, അത് മെല്ലെ മെല്ലെ പോവുള്ളൂ. അപ്പോൾ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും കൂടുതലായിട്ടും വെള്ളത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഡീഹൈഡ്രേഷൻ പലതരത്തിലുണ്ട്. ഈക്വലായിട്ട് വെള്ളത്തിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും അളവ് കുറഞ്ഞു പോകാം. ഇങ്ങനെ നടക്കുന്ന ഡീഹൈഡ്രേഷൻ മെയിൻലി നടക്കുന്നത് തണുപ്പുണ്ടാകുന്ന സമയത്ത്, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ. നിങ്ങൾ ഡയൂററ്റിക്സ്, അതായത് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകൾ, ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഇത് കഴിക്കുമ്പം ഇല്ലെങ്കിൽ ഡയറി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. രണ്ടാമത്തെ ടൈപ്പ് ഹൈപ്പർ ഓസ്മോട്ടിക് എന്നാണ് പറയുന്നത്. അതായത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും, വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോവാം. ഇതും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉണ്ടാവാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ വെള്ളം നഷ്ടപ്പെടുകയാണെങ്കിലും ഹൈപ്പർ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നിങ്ങൾ കൂടുതൽ വിയർക്കുന്ന സമയത്താണ്. സ്വെറ്റിങ്ങിലൂടെ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്ന സമയത്ത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, വാം ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ, നല്ല ചൂടുള്ള സമയത്ത്. ഇനി വെള്ളം നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന ചില തരത്തിലുള്ള ഡ്രിങ്ക്സിൻ്റെ ഡയൂററ്റിക് ഇഫക്റ്റ് കാരണം വെള്ളം നഷ്ടപ്പെടാം. ഉദാഹരണത്തിന് കോഫി, ടീ, സോഡ, പിന്നെ ആൽക്കഹോൾ. നിങ്ങളൊരു ദിവസം നല്ല രീതിയിൽ മദ്യപിച്ചതിന് ശേഷം അടുത്ത ദിവസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന തലവേദന ഡീഹൈഡ്രേഷൻ കാരണമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ കുറഞ്ഞു പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇനി ഷുഗറും ഡീഹൈഡ്രേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. പ്രമേഹമുള്ള രോഗികൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് കൂടുതൽ യൂറിൻ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിയൂറിയ എന്ന് പറയും. കൂടുതൽ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ, അതിന് പോളിഡിപ്സിയ എന്ന് പറയും. പ്രമേഹം എന്ന് പറഞ്ഞാൽ തന്നെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ബോഡി ഗ്ലൂക്കോസിനെ പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്ലൂക്കോസിൻ്റെ കൂടെ തന്നെ വെള്ളവും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതേ എഫക്റ്റാണ് നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട്.
അല്ലെങ്കിൽ സോഡാസ് കുടിക്കുകയാണെങ്കിൽ അതിൽ ഷുഗർ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ പാക്കറ്റിൽ ബോട്ടിലിൽ വരുന്ന ജ്യൂസസ് കുടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ജ്യൂസസ് ഒക്കെ കുടിക്കുന്ന സമയത്തും ഡീഹൈഡ്രേഷനാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി കൂടുന്നതായിട്ട് തോന്നുന്നത് അതിലുള്ള ഗ്ലൂക്കോസിൻ്റെ അംശം കാരണമാണ്. ഇനി നിങ്ങൾ ഡീഹൈഡ്രേഷനിലാണോ ഹൈഡ്രേഷനിലാണോ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. പലതരത്തിലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ബോഡി കമ്പോസിഷൻ അനാലിസിസ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുക. അതും രാവിലെ എണീറ്റിട്ട് ആദ്യമായി പാസ് ചെയ്യുന്ന യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുന്നതാണ് നല്ലത്. വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്, അതായത് 1.00. നിങ്ങൾക്ക് യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ യൂറിൻ്റെ റുട്ടീൻ ടെസ്റ്റ് ചെയ്താൽ മതി. ഈ ടെസ്റ്റിന് വെറും 50 rupees മുതൽ 100 rupees ഒക്കെ ആവുള്ളൂ. നോർമൽ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത് 1.005 മുതൽ 1.030 വരെയാണ്. ഇനി നിങ്ങളുടെ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി മോർണിംഗ് സാമ്പിളിൻ്റെത് 1.020ൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നോർമലാണ്, അതായത് ഹൈഡ്രേഷനിലാണ്. നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി 1ൻ്റെ അടുത്തേക്ക് കുറയുകയാണെങ്കിൽ, അതായത് 1.005ൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മൈൽഡ് ഡീഹൈഡ്രേഷനിലേക്ക് എത്തുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂട്ടണം. ഇനി നിങ്ങളുടെ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി 1.030 അതിൻ്റെയും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ വെള്ളം പോകുന്നുണ്ട്. അതായത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇനി വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസ് പറയാം. ഒരിക്കലും ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുക. കുടിക്കുന്ന സമയത്ത് വെള്ളം മാത്രം കുടിക്കുന്നതാണ് നല്ലത്. ഷുഗർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡീഹൈഡ്രേഷനാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലുള്ള വെള്ളത്തിന് കൂടുതലായിട്ട് കളയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറി ഉണ്ടാകുന്ന സമയത്താണ്. ഡയറി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനാണ് കഴിക്കുന്നത്. അതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് ഗ്ലൂക്കോസ് ആണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇലക്ട്രോലൈറ്റ്സും വരുന്നുണ്ട്. ഡയറി അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും, പ്രത്യേകിച്ചും നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഷുഗർ ഉള്ള ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുക. വെറും വെള്ളമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ കൂടുതൽ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളം മാത്രമല്ല ഇലക്ട്രോലൈറ്റ്സും വേണം. കൂടുതൽ വെള്ളം കിട്ടിയിട്ടോ കൂടുതൽ ഇലക്ട്രോലൈറ്റ്സോ കിട്ടിയിട്ടോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വരുന്നില്ല. രണ്ടിൻ്റെയും ലെവൽ നോർമലാക്കി ബാലൻസിലാക്കി നിർത്താൻ പറ്റണം. അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പൊടികൾ അവൈലബിൾ ആണ്, പൗഡേഴ്സ്. ഇത്തരത്തിലുള്ള പൗഡർ വെള്ളത്തിൽ കലക്കി ഗസ്റ്റിന് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാനായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള പൗഡേഴ്സ് എല്ലാം വാങ്ങിച്ചു വെക്കുന്നത്. അത്തരത്തിലുള്ള പൗഡേഴ്സും ഡ്രിങ്ക്സും ഒക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, വാങ്ങിക്കാതിരിക്കുക. പലതരത്തിലുള്ള സ്റ്റഡീസിലും പറയുന്നത് ഇത്തരത്തിലുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നുള്ളതാണ്. ഇനി അവസാനമായി നിങ്ങളൊരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. നിങ്ങൾ കൃത്യമായി ഇതിനൊരു കണക്ക് വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇതിന് പലതരത്തിലുള്ള വേരിയബിൾസും വരുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ്, അവിടെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും. നിങ്ങൾ ഹൈലി ആക്റ്റീവാണ്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന അളവ് നോർമലി കൂടുതലായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പോലും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെ വ്യത്യാസമാണ്. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും വെള്ളം കൂടുതൽ കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് 3.7 ലിറ്റേഴ്സ് പുരുഷന്മാർക്കും 2.7 ലിറ്റേഴ്സ് വരെ സ്ത്രീകൾക്കും. പക്ഷേ നിങ്ങളൊരു നോർമൽ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ചൂട് കൂടുതലില്ല, നിങ്ങൾ അധികം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നോക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ദാഹം വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ദാഹത്തിലൂടെയാണ്. അപ്പം നിങ്ങൾക്ക് വരുന്ന ദാഹം അതൊരു ഇൻഡിക്കേറ്റർ ആക്കി എടുത്ത് അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്, ആ കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓരോരുത്തർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പേഴ്സണലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാൻ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിലും കാണാവുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.